ആദ്യം ശ്രീജിത്ത് പണിക്കർ, ഇതിപ്പോൾ എമ്പുരാൻ സിനിമയെ എതിർത്തിരുന്നവർക്ക് പോലും, അതിൽ സംഘപരിവാർ സംഘടനകൾ എന്ന് തന്നെ പറയാം, അവർക്ക് പോലും ഈ രീതിയിൽ ഈ സിനിമയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നില്ല അവർ ഉദ്ദേശിച്ചിരുന്നത്. അവർ ഉദ്ദേശിച്ചത് പ്രമേയപരമായ ഒരു മാറ്റമാണ്, അതല്ലെങ്കിൽ പ്രമേയത്തിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയമാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഈ 24 വെട്ടുകൊണ്ട് സിനിമയുടെ രാഷ്ട്രീയത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്ന് എതിർക്കുന്നവർക്ക് പോലും അറിയാം. പക്ഷേ അവിടെ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം തുറന്നു കാട്ടാൻ കഴിഞ്ഞു. അതുകൊണ്ട് ചർച്ചകൾ ഇവിടെ കൊണ്ട് നിന്നോട്ടെ എന്നുള്ള നിലപാടും അവരിൽ പലർക്കും ഉണ്ട്. ഇവിടെ ആർക്കാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്? അല്ല, ഇതൊരു പെർസ്പെക്റ്റീവിന്റെ വിഷയമാണെന്നാണ് ഞാൻ കരുതുന്നത് ശ്രീ മഞ്ജുഷ്. അതായത് ഈ സിനിമ പുറത്തു വരുന്ന സമയത്ത് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ ധൈര്യം തുടങ്ങിയ കാര്യങ്ങളെയാണ് നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയ നേതാക്കളും സംഘടനകളും ഒക്കെ തന്നെ പ്രകീർത്തിച്ചത്. അതായത് സംഘപരിവാർ രാജ്യം ഭരിക്കുന്ന ഒരു കാലത്ത് സംഘപരിവാറിന്റെ വർഗീയതയ്ക്കെതിരെ, അവരുടെ ക്രൂരതയ്ക്കെതിരെ നിർഭയം സംസാരിക്കാനായിട്ട് ഒരു ആൺകുട്ടി, ഒരു ചുണക്കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവരെല്ലാവരും തന്നെ ആദ്യ ദിവസം ആഘോഷിച്ചത്. അപ്പൊ അങ്ങനെ യാതൊരു നിലയ്ക്കും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത, ഒരു സമ്മർദ്ദങ്ങൾക്കും വിധേയനാകാത്ത, വളരെ നിർഭയം തന്റെ രാഷ്ട്രീയം പറയുന്ന ഒരാളുടെ സിനിമ 24 എഡിറ്റുകൾ വേണ്ടി വന്നു പിന്നീട് അത് പ്രദർശിപ്പിക്കാനെന്നും അത് രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എങ്കിൽ പോലും ഭീഷണിയുടെ പുറത്തല്ല എന്നും വന്നു കഴിഞ്ഞാൽ ആ പൊസിഷൻ ഡൈല്യൂട്ടായി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിനുവേണ്ടി സാധിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പെർസ്പെക്റ്റീവിന്റെ വിജയമാണ്. മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ സമയം, ഏതാണ്ട് 2 മിനിറ്റ് ചെല്ലുവാനും മാത്രമേ ഈ 24 എഡിറ്റുകളിലും സിനിമയിൽ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. കാരണം ചില ഭാഗങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും കുറച്ചിട്ടുണ്ടെങ്കിൽ തത്തുല്യമായിട്ട് മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. അങ്ങനെ ടോട്ടൽ ലോസ് വന്നിരിക്കുന്നത് ഏതാണ്ട് 2 മിനിറ്റ് മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ ഈ സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല എന്നും, ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ, ഒരു പ്രത്യേക വർഷം നടന്നിരിക്കുന്ന ഒരു ഇൻസിഡന്റിനെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ ആ ഒരു പ്രസക്തി അവർക്ക് സ്റ്റിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അത് മാത്രമല്ല, ഈ സിനിമയുടെ പ്രമേയം ഇതിനകം തന്നെ ധാരാളം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് സിനിമ പറയുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യം സമൂഹത്തിനും ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല, കളക്ഷനിലും വലിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് കണ്ട പ്രേക്ഷകരുടെ എണ്ണവും വളരെ വലുതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ 24 വെട്ടുകൊണ്ട ഈ എമ്പുരാൻ, പുതിയ എമ്പുരാൻ വരുമ്പോഴും അതിൽ ഈ പറയാൻ ഉദ്ദേശിച്ചിരുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ ഇനി കാണുന്നവർക്കും ബോധ്യമാകും. അതിൽ സംശയമൊന്നുമില്ലല്ലോ. അത് ഈ 24 വെട്ടുകൊണ്ട് അതിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുവാൻ കഴിയുമോ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ നിലയ്ക്കല്ല. ഇപ്പോ സംഘപരിവാർ ആൾക്കാരുടെ ആവശ്യപ്രകാരമുള്ള എഡിറ്റാണ്, അല്ലെങ്കിൽ ഓർഗനൈസറിൽ വന്നിരിക്കുന്ന രീതിയിലത്തേക്കുള്ള ആവശ്യപ്രകാരമുള്ള എഡിറ്റാണ് എങ്കിൽ പിന്നീട് ആ സിനിമയ്ക്ക് തന്നെ പ്രസക്തിയില്ല, ആ സിനിമയ്ക്ക് തന്നെ നിലനിൽപ്പില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും ഫിക്ടീഷ്യസ് ആയിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കഥ നടക്കുന്നത് എന്ന രീതിയിലത്തേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ആ സിനിമയെ കിൽ ചെയ്യാതെ ഒരുപക്ഷെ അതിന്റെ മേക്കേഴ്സിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അങ്ങനെയുള്ള ഡയറക്റ്റ് റെഫറൻസുകളെയൊക്കെ തന്നെ പരിമിതപ്പെടുത്തിക്കൊണ്ട്, ടോണിനെ മൊത്തത്തിലൊന്ന് മൃദുവാക്കിക്കൊണ്ട്, നേരത്തെ പറഞ്ഞ ചില ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പേരുകളെയൊക്കെ തന്നെ മറ്റു രീതികളിലേക്കൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു വേർഷൻ ഇറക്കാം എന്നൊരു പക്ഷെ അവർ ചിന്തിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്യന്തികമായിട്ട് ഈ രീതിയിലത്തേക്കുള്ള 24 എഡിറ്റുകൾ ഈ സിനിമയിൽ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അതുണ്ടായത് എന്തുകൊണ്ടാണ്? വലിയ വിമർശനം ഉണ്ടായതുകൊണ്ടാണ്, രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമയെ വിമർശിച്ചിരുന്ന ആൾക്കാർക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ ഇല്ലാതെയാവുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല, വലിയ മുതൽ മുടക്കുള്ള ഒരു മേഖലയാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ NIA ബോർഡ് ഉപയോഗിക്കുക തുടങ്ങിയ കുറേയധികം വിമർശനങ്ങൾ അതിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ ഇന്ന് വിശദീകരണം നൽകാൻ തയ്യാറായി. അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് കൂട്ടായി എടുത്ത തീരുമാനമാണ്, ആരുടെയും സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഇല്ലായിരുന്നുവെന്നാണ്. പക്ഷെ അത് നമുക്ക് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ആ രണ്ട് കാര്യങ്ങളും കൂട്ടായി എടുത്ത തീരുമാനമാണ്, ആരുടെയും സമ്മർദ്ദമില്ല, തെറ്റുതിരുത്തുക മാത്രമാണ് ചെയ്തത് എന്ന്. ഈ തെറ്റുതിരുത്തുക മാത്രമാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഒരു തെറ്റ് സംഭവിച്ചു എന്നുള്ള ഒരു സമ്മതം കൂടിയായി മാറുകയാണല്ലോ. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇത് തെറ്റാണ് എന്ന് ഈ സിനിമയുടെ മേക്കേഴ്സിന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നീട് 24 എഡിറ്റാണോ, ഒരു എഡിറ്റാണോ, 1 സെക്കൻഡാണോ, അരമണിക്കൂറാണോ റിമൂവ് ചെയ്യുന്നത് എന്നതിൽ കാര്യമില്ല. തെറ്റ് സംഭവിച്ചു എന്നുള്ള ഒരു പ്രസ്താവന ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മേക്കേഴ്സിന് ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അവരുടെ ഒരു തിരിച്ചറിവാണ്. പിന്നെ ഇത് കൂട്ടായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് പറയുമ്പോൾ പോലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതുവരെ തന്റെ ആരാധകരോട് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്ന, ഈ ടീമിന് വേണ്ടി ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ആ സിനിമയുടെ നായക കഥാപാത്രമായിട്ടുള്ള ഈ ഖുറേഷി എബ്രാം എന്ന റോള് ചെയ്തിരിക്കുന്ന നടൻ ശ്രീ മോഹൻലാലാണ്.
അദ്ദേഹം അല്ലാതെ മറ്റുള്ള ആൾക്കാരും ചെയ്തിട്ടില്ല. മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ പരമാവധി ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഖേദപ്രകടനത്തിനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ പോലും ഈ സിനിമയുടെ എഴുത്തുകാരനായിട്ടുള്ള ശ്രീ മുരളി ഗോപി അതിന് പോലും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇത് കൂട്ടായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് പറയുമ്പോൾ പ്രതികരണം വളരെ ലിമിറ്റഡ് ആയിട്ട് വരുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാൾക്കാരുടെ പ്രതികരണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ള പ്രധാനപ്പെട്ട രണ്ടാൾക്കാർ അല്ലെങ്കിൽ നിർമ്മാതാക്കളെ മൊത്തം പരിഗണിച്ചു കഴിഞ്ഞാൽ 3 ആൾക്കാരെങ്കിലും ഇതിൽ ഇനിയും പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഉണ്ടായിട്ടില്ല. പിന്നെ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. മഞ്ജുഷ പറഞ്ഞതുപോലെ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദം, വിമർശനം ഒക്കെ തന്നെ അവർക്കുണ്ടായിട്ടുണ്ട്. ഭീഷണി ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാം. ഒരുപക്ഷെ അതിനെപ്പറ്റി കൺഫേം ചെയ്യേണ്ടത് സിനിമയുടെ ആ ഫിലിം മേക്കേഴ്സ് തന്നെയാണ്. പക്ഷേ മേക്കേഴ്സ് ഇതുവരെ അക്കാര്യം പറഞ്ഞിട്ടുമില്ല. ഭീഷണി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഭീഷണി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആ തിരുത്തൽ വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം. ശ്രീ